ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഓണമായിട്ട് ഞാനിന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. കൂടുതലും കോട്ടയം സൈഡിലേക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള മധുരക്കറിയാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പഴുത്ത 2 നേന്ത്രപ്പഴം, ഒരു മീഡിയം സൈസ് ഉള്ളത് ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസ് പൈനാപ്പിളും ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പൈനാപ്പിൾ നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊട്ടും വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങൾക്കൊരു മിക്സിക്കകത്തിലിട്ട് അരച്ച് നല്ലപോലെ എടുക്കാം. ഞാനങ്ങനെ അരച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 1 കപ്പ് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കാനായിട്ടൊന്നുമില്ല, ഞാനിവിടെ 1 കപ്പ് ജാഗറി പൗഡറാണ് എടുത്തത്. അതിലൊരു 1/4 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ട് ചൂടാക്കി ഉരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഉപ്പ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് ജീരകം. ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ തീയലിനൊക്കെ വറക്കുന്ന പോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ പതുക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ ഏകദേശം 10 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ പഴമൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഉടച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമുക്കത് ഉണ്ടാവാൻ. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പോളം ഉണ്ട് ശർക്കരപ്പാനി. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നല്ലപോലെ ഇത് ഇളക്കി നല്ലപോലെ വറ്റിക്കാം. ഇത് നല്ലതായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ആ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന പോലെ വരും. അപ്പോൾ ആ ഒരു പരുവം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ കുറുകി ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇതൊന്ന് ചുരുങ്ങി വരും. അതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി. നല്ലപോലെ ഇത് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യും മുന്തിരിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തിലൊന്ന് മൂപ്പിച്ചിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രത്യേക സ്വാദാണ് ഈ കറിക്ക്. നമ്മൾ സാധാരണ പച്ചടി കഴിക്കുന്ന പോലൊരു ടേസ്റ്റ് അല്ല, ഭയങ്കര ഡിഫറെൻ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ലാസ്റ്റിൽ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്.
ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് എന്തായാലും ഒരു വെറൈറ്റി ട്രൈ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷേ ഭയങ്കര സിമ്പിളാണിത് തയ്യാറാക്കാൻ. നമുക്ക് അധികം ടൈമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. കണ്ടോ, ലാസ്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിന് വേണം ഇതുണ്ടാവാൻ. ഇങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ ഒരു കുഴഞ്ഞിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ കറി ഉണ്ടാവുക. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.